ബലമായ കർത്തന് ശരണമതാകയ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തന് ശരണമതാകയ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയം, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയം, ചാരിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റ തള്ളവൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളവൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കൈതേടും യാഹവൻ താ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കൈതേടും യാഹവൻ താ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്നാശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്നാശ്ചര്യമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്നെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്നെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഉള്ള കലങ്ങുന്ന നേരത്തു പ്രിയത്തൻ വാഗ്ദത്തം ഒട്ടിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയത്തൻ വാഗ്ദത്തം ഒട്ടിച്ചുണർത്തുമെന്നേ. ഉള്ളം കരത്തിൽ വരച്ചവനൂമിക്കീശന്ന എന്നോട് ആശ്വാസകൻ. ഉള്ളം കരത്തിൽ വരച്ചവനൂമിക്കീശന്ന എന്നോട് ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്നെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്നെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. മാറും മനുജരെല്ലാം മഹിജലമതു തീജ്വാല ഇരയായി മാറുകയും. മാറും മനുജരെല്ലാം മഹിജലമതു തീജ്വാല ഇരയായി മാറുകയും. തിരുവാഗ്ദത്തങ്ങൾക്കേതു മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമാ. തിരുവാഗ്ദത്തങ്ങൾക്കേതു മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമാ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ
അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. പെറ്റ തള്ളവൻ കുഞ്ഞിനെ മറന്നിടലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളവൻ കുഞ്ഞിനെ മറന്നിടലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന എഴുതേരും യാഹവൻ താ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന എഴുതേരും യാഹവൻ താ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്നാശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്നാശ്ചര്യമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഒട്ടിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഒട്ടിച്ചുണർത്തുമെന്നേ. ഉള്ളക്കരത്തിൽ വരച്ചവനൂറിക്കടീശൻ താ എന്നുടെ ആശ്വാസകൻ. ഉള്ളക്കരത്തിൽ വരച്ചവനൂറിക്കടീശൻ താ എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യം വായിച്ച് ഇന്നത്തെ ചിന്ത നമുക്ക് കേൾക്കുവാൻ താല്പര്യപ്പെടും. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. കൂടപ്പിറപ്പുകളെ, ക്രിസ്തുവിന്റെ മാതൃക എന്ന തുടർ ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ധ്യാന ചിന്ത ഭീഷണിക്ക് മുൻപിൽ ക്ഷമിക്കുക എന്നൊരു വിഷയമാണ്. കഷ്ടതകൾ, പാപമില്ലായ്മ, വഞ്ചനയില്ലായ്മ, ശകാരിച്ചവരെ സ്നേഹിക്കുക എന്നീ മാതൃകകളെ ഉപദേശിച്ച് പഠിപ്പിച്ചതിന് ശേഷം പത്രോസ് അപ്പോസ്തലൻ ദൈവസഭയിലെ ദൈവമക്കളെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തു തൻ്റെ മുൻപിൽ ഉയർത്തപ്പെട്ട ഭീഷണി ശബ്ദങ്ങൾ ഉയർത്തിയവരോട് ക്ഷമിച്ചു എന്ന മാതൃകയെ പറ്റിയാണ്. ക്രിസ്തുവിന് അത് ചെയ്യുവാൻ കഴിഞ്ഞതുപോലെ നാമും അവൻ്റെ ആ കാൽച്ചുവടുകൾ പിന്തുടരണം എന്ന അതിശക്തമായ ഒരു ഉപദേശം നമുക്ക് ഇവിടെ നൽകിത്തരുന്നു. പ്രിയരെ, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത് എന്ന് പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ശത്രുവിൻ്റെ പദ്ധതിയിലെ ഒരു കാര്യമാണ് ശകാരിച്ചിട്ട് ഏറ്റില്ലെങ്കിൽ അടുത്തതായി ഭീഷണി ഉയർത്തുക എന്നുള്ളത്. പലപ്പോഴും നാം അത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ
പ്രിയരെ, ഉള്ളിൽ വൈരാഗ്യം തോന്നാൻ സാധ്യത ഏറെയാണ്. വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവനല്ല ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. ശത്രുവായ സാത്താന് ലക്ഷ്യം ദൈവഭക്തിയുള്ളവന്റെ ഉള്ളിൽ തന്നോട് ദോഷമായി പ്രവർത്തിച്ചവരോടും തൻ്റെ നേരെ ഭീഷണി ഉയർത്തിയവരോടും തൻ്റെ നന്മയെ മുടക്കിയവരോടും തന്നെ ഉപദ്രവിച്ചവരോടുമൊക്കെ തന്നെ പരിഹസിച്ചവരോടൊക്കെ വൈരാഗ്യം ജനിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നവനാണെങ്കിൽ തനിക്ക് ഉള്ളിൽ വേദനയും പ്രയാസവും തോന്നുന്നുണ്ടെങ്കിലും ക്രിസ്തു കാണിച്ച ഈ വലിയ മാതൃകയായ ഭീഷണം മുഴക്കിയവരോട് ക്ഷമിക്കുക എന്നതായിരിക്കണം അങ്ങനെയുള്ളവന്റെ സമീപനം. അങ്ങനെ ആയിരിക്കണം നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അവൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ വൈരാഗ്യമില്ല. കാരണം ഭക്തനറിയാം, വിശുദ്ധനറിയാം, തനിക്കൊരു ന്യായാധിപൻ സ്വർഗത്തിലുണ്ട്. ഈ ലോകത്തിൽ മനുഷ്യർ ഭീഷണി മുഴക്കുകയും വിധിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തേക്കാം. എന്നാൽ നീതിയുടെ ഉറവിടമാകുന്ന അന്തിമ ന്യായാധിപതി സ്വർഗത്തിലെ ദൈവമാണ്. ഒരു ക്രിസ്തു ശിഷ്യന് നേരെ ഉയർത്തുന്ന ഭീഷണികൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് നേരെയുള്ള ഭീഷണിയാണെന്ന് കൂടപ്പുറപ്പുകളെ, ദൈവമക്കളായിരിക്കുന്ന നാം തിരിച്ചറിയണം. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. അവൻ തക്ക സമയത്ത് നീതിയോടെ ന്യായം വിധിക്കുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഒരു ദൈവ പൈതലിന് തൻ്റെ ജീവിതത്തിന് നേരെയുള്ള ഏത് പ്രശ്നക്കാരോടും ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ അത് ക്രിസ്തു കാട്ടിയ മാതൃക പിന്തുടരുന്ന അനുഭവമായിരിക്കും. സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നതിനെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ അവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. നമുക്കെതിരായ ഭീഷണം പറയുന്നവരുടെ നേരെ ഒരു ശബ്ദം ഉയർത്തിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിന്റെ അനുവാദത്തോടെ അല്ലാതെ ദൈവപൈതലിന് നേരെ ശത്രുവിന് ഒരു ചെറുവിരല് പോലും അനക്കുവാനൊക്കുകയില്ല. ഇത് തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ആത്മസംയമനത്തോടെ, ക്ഷമയോടെ, ആത്മാവിൽ ആശ്രയിച്ച് തന്നെയും തൻ്റെ പ്രശ്നത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുവാനിടയാകും. യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും ഇപ്രകാരം തന്നെയാണ്. തന്നെ പിടിച്ചു കെട്ടുവാൻ പടയാളികൾ അടുത്തു വന്നപ്പോൾ, തൻ്റെ നേരെ ഭീഷണം മുഴക്കിയപ്പോൾ ആത്മസംയമനത്തോടെയും വേദനയോടെയും നീറ്റലോടെയും അത് അനുഭവിച്ചുകൊണ്ട് തന്നെ പിതാവിൻ്റെ കരത്തിൽ കർത്താവ് തന്നെ ഏൽപ്പിച്ചു. പിതാവ് അറിഞ്ഞിട്ടാണ് ഞാനതിൽ കൂടി കടന്നു പോകേണ്ടവനാണെന്ന് ക്രിസ്തുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. യേശു കർത്താവ് അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടപ്പുറപ്പുകളെ, ഭൂമിയുടെ പരപ്പിലുള്ള നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം വിജയകരമാക്കുന്നതും ദൈവത്തിന് പ്രസാദമാകുന്നതും നാം ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുമ്പോഴാണ്, കർത്താവ് കാണിച്ച മാതൃകകൾ ഏറ്റെടുക്കുമ്പോഴാണ്. നാം അവൻ്റെ കാൽച്ചുവട് പിൻപറ്റുന്നവർ അവൻ കാട്ടിത്തന്ന മാതൃക അതുപോലെ ഏറ്റെടുത്ത് നിറവേറ്റുന്നവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവരോടും ഒറ്റുകൊടുത്തവരോടും കർത്താവിനെ പിടിച്ചു കെട്ടിയവരോടും കർത്താവിനെ ചാട്ടമാറുകൊണ്ട് അടിച്ചവരോടും കർത്താവിന് ശിക്ഷ വിധിച്ചവരോടും അവന്റെ മുഖത്ത് തുപ്പിയവരോടും കർത്താവിന് നേരെ ഭീഷണി ഉയർത്തിയവരോടും കർത്താവിന്റെ കൈകാലുകൾ ക്രൂസിൽ തറച്ചവരോടും തുടങ്ങി എല്ലാവരോടും കർത്താവ് ക്ഷമിച്ചു. കർത്താവ് ക്രൂശിൽ കിടന്നത് വിളിച്ചു പറയുകയും ചെയ്തു. നാമും ക്രിസ്തുവിന്റെ അനുഗാമികളാകൊണ്ട് നമുക്കും പ്രിയരെ ക്ഷമിക്കുന്നവരാകാൻ കഴിയണം. ഇവിടെ ഇന്ന് പലർക്കും അതിനാവുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോൾ നാം എന്ത് ചെയ്യണമെന്ന് ഒരു മാർഗനിർദ്ദേശമാണ് ദൈവവചനം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ
പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിത്തരുന്ന ശക്തമായ ഉപദേശം. ആ നേരങ്ങളിൽ കർത്താവ് സഹിച്ചതിനെ ധ്യാനിച്ചാൽ, കർത്താവ് അനുഭവിച്ചതിനെ ഓർത്താൽ, കർത്താവ് എന്ത് ചെയ്തു, കർത്താവ് അതിനെ എങ്ങനെ നേരിട്ടു, കർത്താവിന് അവരോടുള്ള സമീപനം എങ്ങനെയായിരുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞാൽ, ധ്യാനിച്ചാൽ, മനസ്സിലാക്കിയാൽ, കൂടപ്പുറപ്പുകൾ നാം അവിടെ വിജയിക്കുവാൻ, അതിൻ പ്രകാരം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാണ്. അങ്ങനെ ഒരു ആത്മീയ മാതൃകാ ജീവിതം നയിക്കുവാൻ ഇന്ന് പകലിൽ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങൾക്ക് സമർപ്പിക്കുകയും പരിശുദ്ധാത്മാവിന് സഹായം ചോദിക്കുകയും ചെയ്യാം. കണ്ണുകളെ നമുക്കടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരുണയുടെ കരത്തിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിച്ചു തരുന്നു. കർത്താവെ, ഞങ്ങൾ മാതൃകയുള്ളവരായി ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നല്ലോ. പത്രോസ് അപ്പോസ്തലൻ കൂടി കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളെ അത് ഉപദേശിക്കുന്നു, ഞങ്ങളെ അത് പഠിപ്പിച്ചിരിക്കുന്നു. ഭീഷണികൾക്ക് മുൻപിൽ ക്ഷമിക്കുന്ന ഒരു മാതൃക കർത്താവ് ഞങ്ങൾക്ക് കാട്ടിത്തന്നിരിക്കുന്നതിനാൽ ഈ മാതൃക ഞങ്ങളും പിൻപറ്റുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. അതിനുള്ള കൃപ ഞങ്ങൾ ചോദിക്കുന്നു, ഉയരത്തിലെ ശക്തി ഞങ്ങൾ ചോദിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ഞങ്ങൾ ചോദിക്കുന്നു. ഇന്ന് പകലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ കർത്താവിൻ്റെ കൃപയും കരുണയും കർത്താവിൻ്റെ കരവും വെച്ച് അനുഗ്രഹിക്കണം. കർത്താവെ, പ്രാർത്ഥന കേൾക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിനു വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. അഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എന്നെ അഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. മാറും മനുജരെല്ലാം മഹിജല മധുതീജ്വാല ഇരയായി മാറുകയും. മാറും മനുജരെല്ലാം മഹിജല മധുതീജ്വാല ഇരയായി മാറുകയും. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാലാസന്നമാ. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാലാസന്നമാ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എന്നെ അഖിലവും തീർത്തിടും നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എന്നെ അഖിലവും തീർത്തിടും നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റ തള്ളവൻ കുഞ്ഞിനെ മറന്നിടലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളവൻ കുഞ്ഞിനെ മറന്നിടലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കൈതേരും യാഹവൻ താ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കൈതേരും യാഹവൻ താ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന
സ്നേഹമെന്നാശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്നാശ്ചര്യമേ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ എല്ലാക്കിലവും തീർത്തിടുന്ന നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ എല്ലാക്കിലവും തീർത്തിടുന്ന നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഉള്ള കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ള കരത്തിൽ വരച്ചവനൂറിക്കതീശൻ താ എന്നുടെ ആശ്വാസകൻ. ഉള്ള കരത്തിൽ വരച്ചവനൂറിക്കതീശൻ താ എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ എല്ലാക്കിലവും തീർത്തിടും നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ.